നിങ്ങളൊരു ഫുട്ബോൾ ഭ്രാന്തനാണ്. നിങ്ങൾ അന്ന് കളി കാണാനിരിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ടീമാണ് കളിക്കുന്നത്. വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു എമർജൻസി കേസ് വരെയാണ്. നിങ്ങൾ അതിനുവേണ്ടി അങ്ങനെ പോവുകയാണ്. ഈ പോണ സ്ഥലത്ത് നെറ്റ് കണക്ടിവിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ തിരിച്ചു പോരുന്ന സമയത്ത് ആദ്യം നെറ്റ് കണക്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുന്ന റിസൾട്ടാണ്. റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ടീം വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പിയായി. പിന്നെ നിങ്ങൾ ക്യൂരിയസ് ആവുകയാണ് എങ്ങനെയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഹൈലൈറ്റ്സ് നോക്കുകയാണ്. ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നിങ്ങളുടെ ടീം വളരെ മോശം പ്രകടനമാണ്. പക്ഷെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താ, നിങ്ങളുടെ ടീം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ ആ ടീമിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ടീം അവിടെ സ്ട്രഗിൾ ചെയ്യാണ്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അവർ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെയാണ് അവർ വിജയിക്കുന്നത്. നമ്മളൊരു സംരംഭമായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു മിസ്റ്റേക്കോ ഫെയിലിയറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പോരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ലോങ് ടൈമിലോട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മെഷേഴ്സ് എടുക്കാനും സ്ട്രാറ്റജികൾ മാറ്റാനൊക്കെ ഒരുപാട് സമയം കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് നിങ്ങളുടെ എൻഡ് റിസൾട്ട് നന്നാക്കി എടുക്കാം. അതാണ് ഏറ്റവും പ്രധാനം, അല്ലേ?